ഹലോ. ഞാൻ കുറേ ഷോർട്സുകളൊക്കെ ഇട്ടു. അതിനുശേഷം എനിക്ക് ഒരു ഫുൾ വീഡിയോ ചെയ്യണം, ആദ്യമായിട്ടൊരു ഫുൾ വീഡിയോ ചെയ്യണം എന്നുണ്ടായിരുന്നു. അതിനായിട്ട് ഞാനൊരു പ്രിപ്പറേഷനിലായിരുന്നു. പക്ഷേ അതിനിടയ്ക്ക് അപ്രതീക്ഷിതമായിട്ട് എനിക്ക് ഏറ്റവും അടുത്ത ഒരു ഫ്രണ്ടെന്ന് പറഞ്ഞാൽ എന്നെയൊക്കെ കുറേ ഇളയതാണ്. ആൾക്ക് പെട്ടെന്നൊരു സുഖമില്ലാണ്ട് വന്നു. നമ്മൾ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്ന ആളാണ്. സുഖമില്ലാണ്ട് വന്നു. അപ്പോൾ അത് ഇത്തിരി മോശം അസുഖമാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. വീഡിയോ ചെയ്യാനോ അങ്ങനെയുള്ള ഒരു ഇതിനും പിന്നെ എനിക്ക് തോന്നിയില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു എല്ലാ ദിവസവും. ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴും അങ്ങനെ, ഉറങ്ങാനും ചില ദിവസം പറ്റുന്നില്ല അങ്ങനെ. അപ്പോൾ അതിനുശേഷം പിന്നെ ആളോടങ്ങനെ നേരിട്ട് സംസാരിക്കാൻ പറ്റിയില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം സംസാരിക്കാൻ പറ്റിയപ്പം എന്നോട് ഭയങ്കര പോസിറ്റീവായിട്ട് സംസാരിച്ചു. ഈ രോഗം വന്നയാൾ ഭയങ്കര പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഉണ്ടാക്കി സംസാരിക്കുന്നതല്ല. ശരിക്കും ആളുടെ ഉള്ളിൽ നിന്ന് ഭയങ്കര ഒരു ശക്തി വന്നെന്നാണ് പറഞ്ഞത്. ഇതറിഞ്ഞ് ഒരു ദിവസം ഭയങ്കര ഡള്ളായിട്ടിരുന്നു. അതിനുശേഷം ഭയങ്കര ഒരു ശക്തി വന്നു പ്രാർത്ഥിച്ചപ്പോൾ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഭയങ്കര നന്നായിട്ട് എന്നോട് സംസാരിച്ചു. അവൾ ശരിക്കും എന്നോട് നേരത്തെ സംസാരിക്കുന്ന പോലെ സംസാരിച്ചപ്പോൾ എനിക്കും ഭയങ്കര ഒരു സ്ട്രെങ്തായി. അപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം, നാളെ എനിക്കാണ് ഇങ്ങനെ എന്ന് പെട്ടെന്നൊരു ദിവസം ഞാൻ അറിഞ്ഞാൽ ഞാനും ഇങ്ങനെയായിരിക്കും പ്രതികരിക്കണേന്ന് ഞാൻ ആലോചിച്ചു. എന്നുവെച്ചാൽ ഇപ്പോൾ എനിക്കിങ്ങനെ ഒരു അസുഖം വരുമ്പോൾ എൻ്റെ ഹസ്ബൻഡോ എൻ്റെ പിള്ളേരോ ഞാൻ വിഷമിക്കണാണുമ്പോൾ അവർക്കും വിഷമാവും എന്ന് അപ്പോൾ ആ ഒരു അവസ്ഥ ഉണ്ടാവാതെ നമ്മൾ പോസിറ്റീവായിട്ട് നിൽക്കുമ്പോൾ അവരും പോസിറ്റീവായിട്ട് നിൽക്കും. അപ്പോൾ അവളിൽ നിന്ന് എനിക്ക് അതാണ് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഞാൻ ഓർത്തു, എനിക്കായിരുന്നു വന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കണേ. പക്ഷേ അവളിൽ നിന്ന് പഠിച്ച പാഠം ഞാനും അങ്ങനെ പ്രതികരിക്കണം. നമ്മളെന്തും ജീവിതത്തിൽ എപ്പോഴും പെട്ടെന്ന് എപ്പോൾ വേണേലും ജീവിതം തലകീഴായി മറിയാം. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഞാൻ എന്നാൽ ശരി, ഇനി ഞാൻ അങ്ങനെ ഇരിക്കേണ്ട, എനിക്കൊരു വീഡിയോ ചെയ്യണം, ആദ്യമായിട്ടൊരു ഫുൾ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പം വീഡിയോ എന്തായാലും ഇന്ന് ചെയ്യാം, നിൻ്റെ ഓഫ് ഡേ ആണ്, ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് പ്രത്യേക വിഷയം, എന്നെ കുറച്ച് അടുത്തറിയാവുന്നവരൊക്കെ പറയും ഇച്ചിരി വട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഇവളും പറയുമായിരുന്നു എനിക്ക് എപ്പോഴും, ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ചേച്ചി ചൂട് കൂടുതൽ ആണെന്ന് അതറിയാം, അപ്പോൾ ചേച്ചിയുടെ വീഡിയോ ഉണ്ടാകും എന്ന് പറയും. ചൂട് കൂടുമ്പോഴാണ് ഞാൻ വീഡിയോ ചെയ്യണതെന്ന് പറയും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എന്നാ സബ്ജക്റ്റ് എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ കുറച്ച് കാര്യങ്ങൾ എന്നാ പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ എനിക്ക് സ്പെഷ്യലാവുന്ന കാര്യങ്ങൾ ബാക്കിയൊക്കെ സ്പെഷ്യലല്ല. നമ്മൾ ഉർവശിയുടെ ഒരു പടത്തിൽ ഉർവശി ആദ്യമായിട്ട് മാവേൽ എറിയാൻ ഉപയോഗിച്ച കല്ല് സൂക്ഷിച്ച് വെച്ചേക്കുവാന്ന് പറഞ്ഞ പോലെ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് എനിക്ക്. അപ്പോൾ അങ്ങനത്തെ എനിക്കിഷ്ടപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഷെയർ ചെയ്യാം. ഇഷ്ടപ്പെട്ടതെന്നല്ല, ശരിക്കും പറഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ടതല്ല, അതെന്തോ അതിനോടൊരു കൗതുകം. അപ്പം ഞാനിങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്ന ദിവസം എനിക്ക് ഈ അടുക്കളയിട്ട് വന്നു കഴിയുമ്പോൾ ആദ്യം എനിക്ക് ഇന്നത് കഴിച്ചാലോ എന്ന് തോന്നാറുള്ളത് അതാണിപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയാവേ. അത് വലിയ ആനയും ചേനയൊന്നുമല്ല, പോറിഡ്ജും ടോസ്റ്റുമാണ്. അതെന്താ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ ന്യൂസിലാൻഡിൽ വന്ന ഒരു സമയത്ത് കുറച്ച് നാൾ റെസ്റ്റ് ഹോമിൽ കെയർ ഗീവറായിട്ട് ജോലി ചെയ്തായിരുന്നു. അപ്പോൾ ആ സമയത്ത് രാവിലെ അവിടെ നിന്ന് സ്റ്റാഫിനും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. നമുക്ക് സ്റ്റാഫ് റൂമിൽ ചെന്നാൽ അവിടെ പോറിഡ്ജ് ഉണ്ടാവും വലിയൊരു കുട്ടളത്തിൽ, പിന്നെ ബ്രെഡ് ഉണ്ടാവും, സ്പ്രെഡുണ്ട്, പിന്നെ മഫിനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനെപ്പോഴും മഫിനൊക്കെ എടുത്തതിന് മഫിനാണല്ലോ നമുക്ക് ടേസ്റ്റ് കൂടുതൽ. പക്ഷേ അവിടെ ഒരു ആക്കിയോ എന്ന് പറയുന്നൊരു പുള്ളിയുണ്ട്, പേര് ആക്കിയോ. പുള്ളിയുടെ നാഷണാലിറ്റി ഞാൻ ഓർക്കല്ല. പുള്ളി എന്നും ഈ പോറിഡ്ജും ഒരു പാത്രത്തിൽ ഒരു ബൗളിൽ പോറിഡ്ജും മറ്റേ കയ്യിൽ ഒരു ടോസ്റ്റും കഴിക്കും. എന്നിട്ട് ഇത്തിരി പോറിഡ്ജ് കഴിക്കും, എന്നിട്ട് ഇപ്പുറന്ന് ടോസ്റ്റായാലൊന്ന് കഴിക്കും ഇങ്ങനെ. അപ്പം ഞാൻ ഒരു ദിവസം പുള്ളിയോട്, നീ എന്നെ ഈ മഫിൻ കഴിക്കാതെ എന്ന് പറഞ്ഞ്, നീ ഇതൊന്ന് കഴിച്ചു നോക്കാം അപ്പം അറിയാമെന്ന് പറഞ്ഞു. അപ്പം ഞാനും അങ്ങനെ അങ്ങ് ട്രൈ ചെയ്തു. അപ്പോൾ ഇതുപോലെ തന്നെ പോറിഡ്ജ്, ഇപ്പുറത്തെ കയ്യിൽ ഒരു ടോസ്റ്റ്, സ്പ്രെഡ് തൂത്തൊരു ടോസ്റ്റും. അപ്പോൾ ഇതൊന്ന് ഒരു സ്പൂൺ പോറിഡ്ജും പിന്നെ ആണെങ്കിൽ ടോസ്റ്റയിലൊന്ന് കഴിക്കും ഇങ്ങനെ. അതൊരു നല്ല അനുഭവമാണ്. അപ്പോൾ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം ഇന്നും ഓഫ് ഡേ ആയിരുന്നു. ഈ അടുക്കളയിൽ വന്നിരുന്നപ്പോൾ എനിക്ക് ആദ്യം കഴിക്കാൻ തോന്നിയത് ഒത്തിരി വർഷം മുന്നേ ഉള്ള സംഭവമായിരുന്നു. പക്ഷേ എന്നാലും എന്തോ ആ ഒരു ചിന്ത വിട്ടുപോണില്ല. എനിക്കൊരു റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് എനിക്ക് ഈ സാധനം. ഇത് കേൾക്കുമ്പോൾ ഇതൊക്കെയാണോ ഇതിന് മാത്രം കിടന്ന് പറയണേന്ന് വിചാരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇച്ചിരി സ്പെഷ്യലാണ്. കിറിയൽ അപ്പടിയുണ്ട്.
ഞാൻ അതിലൊന്നും കഴിക്കാൻ അറിയത്തില്ല.